നിങ്ങൾ ടോയ്ലറ്റ് പോകുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സ്വഭാവമുണ്ടോ? ഉപയോഗിക്കുന്നതിനല്ല വിമർശിക്കുന്നത്. ആ സമയത്ത് ഡിസ്പ്ലേയിൽ മിന്നിമറയാൻ സാധ്യതയുള്ള പേരുകളോ ബഹുമാനിക്കേണ്ട സംഗതികളോ വരുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ ബഹുമാനത്തിന് വലിയ സ്ഥാനം ഇസ്ലാമിൽ കൊടുത്തിട്ടുണ്ട്. ആദരിക്കേണ്ടതിന് ആദരിക്കുക, ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കുക എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. പുതിയ വീട് പണി നടക്കുമ്പോൾ ആ സൈറ്റിൽ മാഷാ അല്ലാഹ്ന്റെ ബോർഡ് വെക്കുന്നവരുണ്ട്. കാറ് വാങ്ങിയാൽ കാറിൻ്റെ ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നവരുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം അതിൽ അഴുക്ക് പുരളാനും നജസാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അത് അർഹിക്കുന്ന രൂപത്തിൽ അതിനെ മാനിക്കാതെ പെരുമാറുന്നവരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിസ്കാരത്തിന് ജമാഅത്തായി സൊഫിൽ നിൽക്കുമ്പോൾ മുന്നിൽ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ താഴെ വെച്ച ഫോണ് കാലുകൊണ്ട് നീക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതുപോലെ നോട്ട് കൊണ്ട്, പൈസ കൊണ്ട് വിയർപ്പ് പഠിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ വലിയ അമല് വേണമെന്നൊന്നുമില്ല. നമ്മൾ ബഹുമാനിക്കേണ്ടവർ ബഹുമാനിച്ച് ആദരിക്കേണ്ടവർ ആദരിച്ചാൽ തന്നെ സ്ഥാനങ്ങൾ കൂടുമെന്നതിൻ്റെ തെളിവാണ് മഹാനായ ആത്മീയ ലോകത്ത് ഔന്നിത്യമായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. വളരെ മോശപ്പെട്ട ഒരു ജീവിതം നയിച്ച മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടി. ഇന്നും അദ്ദേഹത്തെ ജനങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്.